നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് കാണുന്ന എൻ്റെ വ്യൂവറുടെ മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ ആവാം, അല്ലെങ്കിൽ പ്രണയബന്ധത്തെക്കുറിച്ചാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയതായി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതാവാം, അല്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം. എന്തുമായിക്കോട്ടെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഈ കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് നടക്കാൻ, നിങ്ങളുടെ പ്രപഞ്ചം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ സിറ്റുവേഷൻസുമായിട്ട് മാച്ചായിട്ട് റെസിനേറ്റ് ആക്കി എടുക്കുക കേട്ടോ. ഞാൻ കാർഡ് ഷിഫിൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രേ ചെയ്തിട്ട് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്റ്റ് ആവുക കേട്ടോ. ഓവർ തിങ്കിങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കിങ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന എനർജീസ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട്, ഇത് കണ്ടോ, ഫൈവ് ഓഫ് വാൺസ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യത്തിനായിട്ട് കുറച്ച് നാളായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. ഒന്നുകിൽ ഇതിനു മുമ്പ് നിങ്ങൾ പലതവണ ഇതിനായിട്ട് ശ്രമിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കാം, എന്നിട്ട് പരാജയപ്പെട്ടതായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ ഇതിനു വേണ്ടി നേരിട്ടിട്ടുണ്ടായിരിക്കാം. ഇതൊന്ന് മുന്നോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കരുതി ഏതാണ്ട് പ്രതീക്ഷയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒന്ന് കാമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വശത്ത് ഇതേക്കുറിച്ചുള്ള ഒരാഗ്രഹമുണ്ട്, നല്ല തീവ്രമായിട്ടുള്ള ആഗ്രഹം, ഇത് നടക്കണം എന്നുള്ളൊരാഗ്രഹം. അതുപോലെ തന്നെ മറുവശത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ആശങ്ക, ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ, അതും നമ്മൾ കാണുന്നുണ്ട്. ഒരു തരം കൺഫ്യൂഷൻ മൈൻഡ് കണ്ടോ. ആ കൺഫ്യൂഷൻ മൈൻഡോട് കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ തടസ്സങ്ങൾ എന്താണെന്ന് നോക്കിയാൽ, 5 ഓഫ് വോൺസും 5 ഓഫ് പെൻഡക്കിൾസും വന്നിരിക്കുന്നുണ്ട്. ഈ കാർഡ് നിങ്ങളുടെ മാനസികാവസ്ഥയെ കൂടെ കാണിക്കുന്ന കാർഡാണ്. നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുന്നതിന് ഒരു പുറത്തുള്ള ഒരു തടസ്സങ്ങളെ കാട്ടി കൂടുതലും നിങ്ങൾക്ക് കൂടുതലുള്ളത് ഓവർ തിങ്കിങ് ആയത് കണ്ടോ. 4 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ അത്രമാത്രം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ആ ഒരു ഓവർ തിങ്കിങ് ആണ് നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നത്. ഇതിന് നടക്കില്ല, എൻ്റെ സമയമൊന്നും ശരിയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരായി ഇതിനായിട്ട് സമ്മതിച്ചു തരില്ല, ഇങ്ങനെ സ്വയം കെട്ടിപ്പടുത്തിയ ചില ചിന്തകൾ, അതുമാത്രമാണ് നിങ്ങളെ ഈ രീതിയിൽ തളച്ചിടുന്നത് എന്ന് കാണുന്നുണ്ട്. എന്നാൽ ഞാൻ നോക്കിയിട്ട് ഓവറോൾ എനർജിയിൽ, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും രീതിയിലുള്ള സാഹചര്യങ്ങൾ മോശമാണ് എന്നത് കാണുന്നില്ല കേട്ടോ. അത്രയും മോശമല്ല. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്താണ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു തടസ്സം എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് ഇത്രയും പറഞ്ഞു ഇതിൻ്റെ ഒരു ഔട്ട്കം, അതായത് നിങ്ങളുടെ മനസ്സിന് ഇപ്പം ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇത് നടക്കുമോ ഇല്ലയോ, ആ ഒരു ആൻസറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് സൺ കാർഡ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കേട്ടോ. അതിനുള്ള ഉത്തരം വ്യക്തമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടന്നിരിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈമിൽ അതിനുള്ള വഴി തുറന്നു വരുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് വളരെ കുറച്ച് ദിവസത്തിനുള്ളിലായിരിക്കും, അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലോ, അല്ലെങ്കിൽ അതിനുള്ള മാക്സിമം ഒരു 2 ആഴ്ച ഇതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു മറുപടി വരുന്നു. ഇത് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു വ്യക്തത ഉണ്ടാവാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ഇരുണ്ട ഒരു രാത്രിക്ക് ശേഷമല്ലേ സൂര്യൻ ഉദിക്കുന്നേ, അതറിയില്ലേ? അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഈ കാര്യത്തിൽ വലിയൊരു വിജയം ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്.
ഇപ്പം റിലേഷൻഷിപ്പ് പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളത്. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കടന്നു പോകുന്നു എങ്കിൽ ആ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരും. മനസ്സിലായോ? അപ്പം അതിന് വേണ്ടിയിട്ട് അല്ലെ ജോലിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, അല്ല എക്സാമോ ജോലിയോ അതിൻ്റെയൊക്കെ കാര്യത്തിലാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെങ്കിലും പ്രപഞ്ചത്തിന്, യൂണിവേഴ്സിന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിങ്ങൾ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. നിങ്ങൾ മെൻ്റലി ഫിസിക്കലി നിങ്ങൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ എത്രത്തോളം പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നോക്ക്. 4 ഓഫ് സോഡ്സ്. അപ്പോൾ ഇത്രയും ഓവർ തിങ്ക് ആണ് നിങ്ങൾക്ക്. നിങ്ങൾ ഈ നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക. ഇത് നടക്കുമോ ശരിയാകുമോ എന്നുള്ള സംശയം ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റുക. പൂർണ്ണമായിട്ടൊരു വിശ്വാസം നിങ്ങൾ തന്നെ, നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ശ്രമം വേണ്ടി വരുമെങ്കിൽ അത് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. കാരണം ഈ ഒരു വാതിൽ മുട്ടുമ്പോൾ തുറക്കുമെന്നുണ്ടെങ്കിൽ, അവസരങ്ങൾ വാതിൽ മുട്ടുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു അഡ്വൈസാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേരും. ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന റീഡിങ്. അപ്പോൾ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ യെസ് എന്ന് തന്നെയാണ്. നിങ്ങൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ പറയുന്ന ആൻസർ യെസ്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ധൈര്യമായിട്ടിരിക്കുക, ഓവർ തിങ്ക് ചെയ്യരുത്, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു മൈ വ്യൂവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്.